നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. മരിച്ചത് തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണുവും കാൺപൂർ സ്വദേശി ശൈലേന്ദ്രയും. കുഴിബോംബ് സ്ഫോടനമുണ്ടായത് സുക്മ ജില്ലയിൽ. മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ. പുതുചരിത്രമെഴുതി 24. ദൃശ്യമാധ്യമ ചരിത്രത്തിലാദ്യമായി പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം. മലപ്പുറം തിരൂരിൽ സംഗമിച്ചത് 100 കണക്കിന് പേർ. സമ്മേളനത്തിന് മാറ്റുകൂട്ടി 24 അവതാരകരും ഫ്ലവേഴ്സ് കലാകാരന്മാരും. മലപ്പുറം ജില്ലയിൽ 10ാം ക്ലാസ്സിലും +2വിലും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം. 24നെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വയനാട്ടിൽ നിന്നുള്ള ആദ്യ CPIM മന്ത്രി. വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് OR കേളു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. ആദ്യ 2 ദിവസം MP-മാരുടെ സത്യപ്രതിജ്ഞ. കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ശബ്ദമുയർത്തുമെന്ന് K. രാധാകൃഷ്ണൻ. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിൽ ജനം നിരാകരിച്ചെന്ന CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. പെരുമാറ്റ രീതി മാറിയേ തീരുവെന്നും അംഗങ്ങൾ. ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ വോട്ട് മറിച്ചെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക. സ്വന്തം മുഖം വികൃതമായതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുവെന്ന് വിമർശനം. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. മുസ്ലിം ലീഗിനെതിരായ വിമർശനത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുൻപ് സ്വന്തം മുഖം മുഖ്യമന്ത്രി നോക്കണം. CPIM-ൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ലീഗിനെതിരെ തീർക്കുന്നതെന്നും PM.A. സലാം. TP കേസ് പ്രതികളെ ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ വിശദീകരണം നൽകി കണ്ണൂർ ജയിൽ സൂപ്രണ്ട്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരമെന്ന മറുപടി. വിശദീകരണം നൽകിയത് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്ക്. നീറ്റ് ക്രമക്കേടിൽ നടപടി തുടരുന്നു. 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്ത് NTA. പരീക്ഷാ ക്രമക്കേടിൽ കേസെടുത്ത് CBI. പുനഃപരീക്ഷയിൽ പങ്കെടുക്കാതെ 750 വിദ്യാർത്ഥികൾ. ഇന്നത്തെ നീറ്റ് PG പരീക്ഷ മാറ്റിയത് ചോദ്യപേപ്പർ ചോർന്നെന്ന സംശയത്തിൽ. ബീഹാർ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ യഥാർത്ഥ ചോദ്യപേപ്പർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് അയച്ചു. ഫോറൻസിക് പരിശോധനയ്ക്കായാണ് ചോദ്യപേപ്പർ അയച്ചത്. നേരത്തെ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകൾ ലഭിച്ചിരുന്നു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പെന്ന ആരോപണം. യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകി. കൊച്ചി പനങ്ങാട് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം. ബസ് മറിഞ്ഞത് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച്. ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. നിരവധി പേർക്ക് പരുക്ക്. പെരിയ കല്യാണ വിവാദത്തിന് പിന്നാലെ കാസർഗോഡ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാക്കൾക്ക് പിന്തുണ അറിയിച്ചും രാജ്മോഹൻ ഉണ്ണിത്താനെ വിമർശിച്ചും പലയിടങ്ങളിലും പോസ്റ്ററുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വയനാടുകാർക്ക് നന്ദി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കത്ത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും സംരക്ഷണത്തിനും നന്ദി. നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. പ്രിയങ്ക ഗാന്ധി നിങ്ങൾക്കായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും കത്തിൽ. തൃശൂരിൽ ക്രൈസ്തവ സഭകൾ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിനു വേണ്ടിയാണെന്ന് CPM ജില്ലാ കമ്മിറ്റി. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീക്കാമെന്ന് BJPയുമായി ധാരണയുണ്ടാക്കി. മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏശിയില്ലെന്നും ജില്ലാ കമ്മിറ്റി. ആഭ്യന്തര വകുപ്പിനെ അടക്കം അതിരൂക്ഷമായി വിമർശിച്ച് എറണാകുളം ജില്ലാ കമ്മിറ്റി. വയനാട് സൗത്ത് DFOയായി അജിത് K. രാമനെ നിയമിച്ചു. വയനാട്ടിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് നിയമനം. നിലവിൽ കണ്ണൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് DFOയാണ്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. പദ്ധതി പൂർണ്ണമായി പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കണമെന്നും സമരസമിതി. അനാവശ്യമായ പദ്ധതികളിലൂടെ ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെയാണ് സൃഷ്ടിക്കുന്നതെന്നും സമരസമിതിയുടെ വാദം. ലൈംഗിക പീഡനക്കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണയും അറസ്റ്റിൽ. ജോലി തേടിയെത്തിയ JDS പ്രവർത്തകനെ പീഡിപ്പിച്ചതായി പരാതി. അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തി. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 57ആയി. 153 പേർ ചികിത്സയിലുണ്ട്. കേസിൽ ഇതുവരെ 10 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്.
പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി യുവാക്കളെ 35-കാരി ഹണി ട്രാപ്പിൽ കുടുക്കിയതായി പരാതി. കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശി ശ്രുതി ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥ ചമഞ്ഞും യുവതി തട്ടിപ്പ് നടത്തിയതായി സൂചന. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായും സർക്കാർ ചർച്ചയ്ക്ക്. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് ക്ഷണിച്ചത് SFIയും സമരം തുടങ്ങാനിരിക്കെ പ്രതിഷേധം തുടർന്ന് KSU. മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ചു. മിൽമ സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാൻ അഡീഷണൽ ലേബർ കമ്മീഷണർ വിളിച്ച യോഗം നാളെ ചേരും. പേ റിവിഷനിൽ തീരുമാനമായില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ടു പോകാൻ യൂണിയനുകൾ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ജാമ്യം താൽക്കാലികമായി തടഞ്ഞ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോട്ടയം കുറിച്ചി ഇഗ്നാത്യോസ് സ്നാനായ പള്ളിയിൽ സംഘർഷം. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പൊലീത്ത കുർബാന ചൊല്ലിയതിൽ ഒരു വിഭാഗം പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിലെ രോഗവ്യാപനത്തിൽ അസോസിയേഷനും പ്രോപ്പർട്ടി മാനേജ്മെന്റ് ടീമിനുമെതിരെ പരാതി നൽകാൻ ഒരുങ്ങി താമസക്കാർ. കുടിവെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന ആരോപണം. സംസ്ഥാനത്ത് വിലക്കയറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കേരളത്തിന് പുറത്ത് വില കൂടി നിൽക്കുന്നത് പ്രതിസന്ധി. ഇടനിലക്കാരില്ലാതെ പച്ചക്കറി ശേഖരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മന്ത്രി. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഉടമകൾക്ക് പുറമെ ടീം ലീഡർമാർക്കും ED നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട 4 ടീം ലീഡർമാർക്കാണ് നോട്ടീസ് അയച്ചത്. മണി ചെയിൻ തട്ടിപ്പിന് പുറമെ ബിറ്റ്കോയിൻ തട്ടിപ്പിലും ചോദ്യം ചെയ്യും. എറണാകുളം മലയാറ്റൂർ നീലീശ്വരത്ത് വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് കാട്ടാന തകർത്തു. നീലീശ്വരം സ്വദേശി സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് ആന എത്തിയത് ഇന്നലെ രാത്രി. കോഴിക്കോട് ഉള്ളിയേരിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട മകൾ അത്തോളി പോലീസിൽ പരാതി നൽകി. ഷൈജി വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 19-ന്. കണ്ണൂർ ചെറുപുഴയിൽ കനത്ത മഴയിൽ മൺതിട്ടയും മതിലും ഇടിഞ്ഞു വീണ് വീടിന്റെ ഭിത്തി തകർന്നു. പുത്തൻ വീട്ടിൽ സോനയുടെ വീടിനാണ് കേടുപാടുണ്ടായത്. കേരളത്തിലെ പ്രധാന വാർത്ത. കൊല്ലം എഴുകോണിൽ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച പ്രതികൾ അറസ്റ്റിൽ. കണ്ണനല്ലൂർ സ്വദേശി സുഭാഷ് ചന്ദ്രൻ, നെടുമ്പന സ്വദേശി സോഹൻ സുനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേരള വൈദ്യാസ് ലീഗൽ ഫോറം ലീഗൽ ലിറ്ററസി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ MLA യൂസഫ് മുഖ്യാതിഥിയായി. KVLF ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അസംഘടിത തൊഴിൽ മേഖലയിലെ പാരമ്പര്യ വൈദ്യന്മാരുടെ അവകാശങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചു. തൃശൂർ മാള പട്ടാളപ്പടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ അമ്മയെ കുത്തി കൊലപ്പെടുത്തി. വലിയകത്ത് ശൈലജയാണ് മരിച്ചത്. മകൻ ഹാദിൽ പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട കല്ലേലി റോഡിൽ ഇരുചക്ര വാഹന അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അപകടം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ. തിരുവനന്തപുരം വിളയിൻമൂലയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരുക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വന്ന ബസും ചിറയൻകീഴ് ഭാഗത്തേക്ക് പോയ കാറും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മരം വീണ ഓട്ടോറിക്ഷ തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുത്ത പോലീസുകാർക്ക് നൽകി വന്ന ബേസിക് കോഴ്സ് അവസാനിച്ചു. ഉദ്യോഗസ്ഥർക്ക് നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതാണ് കോഴ്സ്.
കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. കായിക സാംസ്കാരിക മന്ത്രാലയം സെക്രട്ടറി ജേസൺ സിഗ്വ, ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഇൻചാർജ് മനോജ് ബി വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ യോഗയ്ക്കൊപ്പം കലാപരിപാടികളും അരങ്ങേറി. കാസർഗോഡ് കളനാട് ബൈക്ക് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ചു മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. ചളിയങ്കോട് സ്വദേശി സിദ്ദിഖാണ് മരിച്ചത്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവ് കിണറ്റിൽ വീണ് മരിച്ചു. പുൽക്കുഴിയിൽ യാസീനാണ് മരിച്ചത്. കൊല്ലം അഞ്ചൽ ഇടയത്ത് അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണം. 3 പവനും 1 ലക്ഷം രൂപയുടെ ക്യാമറയും പണവും നഷ്ടമായി. ഇടയം സതീശ മന്ദിരത്തിൽ സുരേന്ദ്രൻ പിള്ളയുടെ വീട്ടിലായിരുന്നു മോഷണം. പത്തനംതിട്ട ചിറ്റാറിൽ തമിഴ്നാട് സ്വദേശി അക്രമാസക്തനായി കൊച്ചുകുട്ടികളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചു. പ്ലാന്റേഷൻ തൊഴിലാളിയായ രാജനെ മർദ്ദിച്ചതായും പരാതി. പ്രതി പോലീസ് പിടിയിൽ. തൃശൂർ ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ ശക്തമായ കടലാക്രമണത്തിൽ കെട്ടിടം തകർന്നു. കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്നത്. അപകടത്തിൽ നിന്ന് ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് മുക്കം പുൽപ്പറമ്പ് നായർകുഴി റോഡിലായിരുന്നു സംഭവം. വൻ അപകടം ഒഴിവായത് ബസ് ഡ്രൈവറുടെ അവസരോചിത ഇടപെടലിനെ തുടർന്ന്. ഇനി പ്രധാന അറിയിപ്പുകൾ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ വിവിധ ബിരുദ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 27. എറണാകുളം പെരുമ്പളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എക്കണോമിക്സ്, ജിയോഗ്രഫി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് സ്കൂൾ ഓഫീസിൽ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ക്യാപ്സിന് കീഴിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കാത്ത് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. ഈ മാസം 28-ന് രാവിലെ 11-ന് ആശുപത്രി സൂപ്രണ്ട് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നു. ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 28-ന് രാവിലെ 10-ന്. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിന്റെ തൃശൂർ ജില്ലയിലുള്ള നീതി മെഡിക്കൽ വെയർഹൌസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നു. ഈ മാസം 28 വരെ അപേക്ഷിക്കാം. ഇനി ദേശീയ വാർത്തകൾ. ഇന്ത്യയുടെ പുനരുപയോഗ റോക്കറ്റായ പുഷ്പക്കിന്റെ 3ാം ലാൻഡിംഗ് പരീക്ഷണം വിജയകരം. കർണാടക ചിത്രദുർഗയിലെ വ്യോമസേനയുടെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. കുടിവെള്ള പ്രശ്നത്തിൽ ഹരിയാന സർക്കാർ തുടർച്ചയായി കള്ളം പറയുന്നതായി ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ്. 3 ദിവസത്തിനുള്ളിൽ 85,000 പേർക്കുള്ള വെള്ളമാണ് ഹരിയാന കുറച്ചതെന്നും ആരോപണം. ആന്ധ്രാപ്രദേശിൽ 4 വാർത്താ ചാനലുകൾക്ക് അപ്രഖ്യാപിത പ്രക്ഷേപണ വിലക്ക് ഏർപ്പെടുത്തി. ചന്ദ്രബാബു നായിഡു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ചാനലുകൾക്കാണ് വിലക്ക്. നടപടിയെ അപലപിച്ച് YSR കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ മാവോയിസ്റ്റ് ദമ്പതികൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഗഡ്ചിറോളിയിലെ മാവോയിസ്റ്റ് കമാൻഡർ ഗിരിധറും ഭാര്യയുമാണ് കീഴടങ്ങിയത്. ഇരുവർക്കും സർക്കാരിന്റെ കീഴടങ്ങൽ പുനരധിവാസ പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപ നൽകി. രാജസ്ഥാനിലെ ബാർമർ ജില്ലയിൽ സ്ക്രാപ്പ് ഗോഡൌണിൽ തീപിടുത്തം. ആളപായമില്ല. തീ നിയന്ത്രണ വിധേയം. ജമ്മുകശ്മീരിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റ വിരുദ്ധ ഓപ്പറേഷനിൽ ഒരു ഭീകരന്റെ മൃതദേഹം കണ്ടെത്തി. പ്രദേശത്ത് 2 ഭീകരർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അമൃത്സർ സുവർണ ക്ഷേത്രത്തിന്റെ പരിക്രമയിൽ യോഗ ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ താരത്തിനെതിരെ കേസ്. ഗുരുദ്വാര കമ്മിറ്റിയുടെ പരാതി പ്രകാരം അർച്ചന മക്വാന എന്ന യുവതിക്കെതിരെയാണ് കേസ്. ലക്നൌ ആഗ്ര എക്സ്പ്രസ് വേയിൽ ബസ് മറിഞ്ഞ് അപകടം. 40 പേർക്ക് പരുക്ക്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം. അസമിലെ കരീംഗഞ്ചിൽ 1.5 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. പ്രതി അറസ്റ്റിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡൽഹിയിലെ കാളന്തി കുഞ്ച് ഏരിയയിൽ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ വെടിവെപ്പ്. 1 മരണം. പോലീസ് അന്വേഷണം തുടങ്ങി.
ഗുജറാത്തിലെ രാജ്കോട്ട് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി വീഡിയോ കോൺഫറൻസിൽ കുടുംബങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അസമിൽ അഭയം പ്രാപിച്ച മണിപ്പൂർ നിവാസികൾക്ക് മാനുഷിക സഹായം നൽകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അക്രമ സംഭവങ്ങളെ തുടർന്ന് അസമിലെത്തിയത് 1700 പേർ. മുംബൈയിൽ കനത്ത മഴ, റോഡുകളിൽ വെള്ളക്കെട്ട്. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയ്ക്ക് നേരെ ആൾക്കൂട്ട വിചാരണവും ക്രൂരപീഡനവും നടന്നതായി പരാതി. മുഖത്തും കണ്ണിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളകുപൊടി ഇട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഇനി രാജ്യാന്തര വാർത്തകൾ. വടക്കൻ ഗസയിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ 50 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 24 പലസ്തീനുകളും കൊല്ലപ്പെട്ടു. യുക്രൈനിലെ ഖാർക്കീവിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ റഷ്യൻ ആക്രമണം, 3 പേർ കൊല്ലപ്പെട്ടു. തെക്ക് കിഴക്കൻ സ്വിറ്റ്സർലൻഡിൽ കനത്ത മഴയും ഇടിമിന്നലും, 1 മരണം, 3 പേരെ കാണാതായി. കൊളംബിയയിൽ കാർ ബോംബ് സ്ഫോടനം, പോലീസുകാരൻ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. ഭീകരതയ്ക്കെതിരെ പുതിയ ഓപ്പറേഷൻ തുടങ്ങാൻ പാകിസ്ഥാൻ. പക്തൂൺഖ്വയിലും തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലും സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ തരംഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഇറാഖിൽ വ്യോമാക്രമണത്തിൽ 7 IS ഭീകരർ കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് സലാഹുദ്ദീൻ പ്രവിശ്യയിൽ. യമനിലെ അൽ ഹുദൈദയ്ക്ക് സമീപം ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം, കപ്പൽ ജീവനക്കാർ സുരക്ഷിത. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ 6 പലസ്തീനികൾക്ക് പരിക്കേറ്റു. റെയ്ഡ് നടന്നത് റാം പട്ടണത്തിൽ. US കെന്റക്കിയിൽ നിശാ ക്ലബിന് പുറത്ത് വെടിവെപ്പ്, 1 മരണം, 7 പേർക്ക് പരുക്ക്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 53,080 രൂപയും ഗ്രാമിന് 6,635 രൂപയുമാണ് വിപണി വില. കുഷാക്കിന്റെയും സ്ലാവിയയുടെയും വില കുറച്ച് സ്കോഡ ഓട്ടോ ഇന്ത്യ ബ്രാൻഡ്. വിവിധ മോഡലുകൾക്ക് 10% വരെ വിലക്കിഴിവ് ലഭിക്കും. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയിൽ. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വിപണിയിൽ ഇടം പിടിച്ച് UAE. ദക്ഷിണ കൊറിയയുടെ വാഹന കയറ്റുമതി ഈ വർഷം $74 ബില്യൺ എത്തുമെന്ന് പ്രവചനം. പരിസ്ഥിതി സൗഹൃദ മോഡലുകൾക്ക് ജനപ്രിയത കൂടുന്നതാണ് വളർച്ചയ്ക്ക് കാരണം. കായിക വാർത്തകൾ. പാക് ക്രിക്കറ്റിനെ പിടിച്ചുകുലുക്കി വിവാദങ്ങളുടെ കുത്തൊഴുക്ക്. നിയമ നടപടി മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ സഹപരിശീലകൻ അസ്ഹർ മഹ്മൂദ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവിനെ അഭിനന്ദിച്ച് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം സർ വിവിയൻ റിച്ചാർഡ്സ്. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെത്തി അദ്ദേഹം പന്തിനെ അഭിനന്ദിച്ചു. എവർട്ടൺ യുവ ഫോർവേഡ് ലൂയിസ് ഡോബിനെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കി. 10 മില്യണിനാണ് താരത്തെ ആസ്റ്റൺ വില്ല സ്വന്തമാക്കിയത്. സായ് ധരം തേജ് നായകനാകുന്ന പുതിയ ചിത്രം പ്രഖ്യാപിച്ചു. രോഹിത് KP സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് SDT 18 എന്നാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര്. ഫാക്ട് ചെക്ക്. ഇന്ത്യൻ പീനൽ കോഡ് 233 പ്രകാരം ഒരു പെൺകുട്ടി പീഡനത്തിനിരയാവുകയോ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായാൽ അക്രമിയെ കൊല്ലാനുള്ള അവകാശം പെൺകുട്ടിക്കുണ്ടെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു അറിയിപ്പ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടില്ല. ലേറ്റസ്റ്റ് ന്യൂസ്. സംസ്ഥാനത്തെ +1 ക്ലാസുകൾ നാളെ മുതൽ 3 മുഖ്യ അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കിയാണ് ക്ലാസുകൾ ആരംഭിക്കുക. തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന് കീഴിലുള്ള കളത്തൂർ, കഴക്കൂട്ടം, ശ്രീകാര്യം റോഡ് എന്നിവിടങ്ങളിൽ നാളെ ഗതാഗത നിയന്ത്രണം സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഓട നിർമ്മാണം നടക്കുന്നതിനാൽ. നാളെ മുതൽ കർശന പരിശോധനയ്ക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റം, അധികമായി ഘടിപ്പിക്കുന്ന ലൈറ്റ് എന്നിവ കർശനമായി നിരോധിക്കും. പേട്ട ഗവൺമെന്റ് ബോയ്സ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സുവോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബസ് മരത്തിലിടിച്ച അപകടം, നിരവധി പേർക്ക് പരുക്ക്. ജപ്പാനിൽ ഫുകുഷിമയിൽ ഭൂചലനം, 4.9 തീവ്രത രേഖപ്പെടുത്തി, ആളപായമില്ല.
പാകിസ്ഥാനിലെ കൊറ്റയിൽ പുതിയ കോങ്കോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തു. ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന 32 വയസ്സുള്ള രോഗി ഇപ്പോൾ വൈദ്യ പരിചരണത്തിലാണ്. ഈ വർഷം പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോങ്കോ വൈറസിന്റെ 13ാമത്തെ കേസാണിത്. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.